ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധി സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും നികേഷിൻ്റെയും സുഭാഷിൻ്റെയും കൂടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതായത് നമ്മുടെ കിളിക്കൂട്ടിലേക്ക്. അവൾക്ക് അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഏട്ടനെയൊക്കെ അത്രത്തോളം വെറുത്തിട്ടുണ്ട്. അത്രയും വെറുക്കപ്പെടുന്ന കാര്യങ്ങളാണല്ലോ അവർ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ആ വീടുമായിട്ടുള്ള ബന്ധം മൊത്തം ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോകുന്നത്. പോകുന്ന വഴിക്കെല്ലാം അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവൾ കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായത്. അങ്ങനെ അവൾ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അവരെ ഒരുപാട് തല്ലിയോ എന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒന്നൊന്നര തല്ലായിരുന്നു, ഒരുപാട് വേദനിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. എന്നിട്ട് അവൾ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ സോറി, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരിക്കലും വിചാരിച്ചില്ല, അവർ ഇത്രത്തോളം നീചരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സുഭാഷ് ഏട്ടാ, ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കാതിരിക്കുക, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് ഓർത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ടും അവളുടെ മനസ്സ് ശാന്താവുന്നില്ല. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അരീഷിനോടൊന്ന് വേഗം വരാൻ പറയും, നമുക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറാം. അപ്പോഴൊക്കെ സുധീഷ് പറയുന്നുണ്ട്, ഏയ് നിധി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ഉറങ്ങി എണീറ്റ് മാറും. എല്ലാവർക്കും നല്ല വിഷമമുണ്ടെങ്കിൽ പോലും നിധി ഇങ്ങനെയൊക്കെ സുധീഷിന് വേണ്ടി സംസാരിക്കുമ്പം അത് എല്ലാവരിലും ഒരു ചിരി പടരുന്നുണ്ട്. സുധീഷിനും നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ, തൻ്റെ അനിയനെ അവരിങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നോർത്തിട്ട്. അങ്ങനെ നിധി വീണ്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കും നിധി, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാനും പറ്റില്ല, അത് പോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങി എണീറ്റാൽ മാറും. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഞാൻ ഡ്രൈവ് ചെയ്യണോ? അങ്ങനെ പിന്നെ സുഭാഷ് ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. കാരണം സുധീഷിന് വയ്യാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കൂടെ ഹരീഷും എത്തുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഉമ്മറത്തിരിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സ്ഥിരം പല്ലവി തന്നെയാണ് കേട്ടോ. അങ്ങനെ അവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇയാളെങ്ങനെയാണ് അച്ചാന്ന് വിളിക്കുക, ഇയാൾക്ക് ഇപ്പോഴും ഈ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്, ഒന്നില്ലെങ്കിലും ഇത്രയും വലിയ പ്രശ്നം കഴിഞ്ഞല്ലേ നമ്മൾ വന്നത്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇയാൾ ചോദിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ അയാളെന്നും അങ്ങനെ തന്നെയല്ലേ, അവിടെ വെറുതെ ഇരിക്കല്ലേ, നമ്മൾ അയാളെ മൈൻഡ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ സുധീഷും പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടാ നിങ്ങളുടെ അമ്മായിപ്പം നല്ല ക്രിമിനലാണല്ലോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പിന്നല്ലാതെ അയാൾ വൻ ക്രിമിനലാണ്. അപ്പോഴേക്ക് സുഭാഷ് പറയുന്നുണ്ട്, പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെല്ലാവരും നീയാണ് ആ സ്വർണവും പണവും മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴും നിധി മാത്രം നീ അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു ഇപ്പം വരെ എന്നൊക്കെ പറയാണ് കേട്ടോ സുഭാഷ്. അത് കേട്ടപ്പോൾ സുധീഷിന് പുഞ്ചിരി വരുന്നുണ്ട്, അവനൊരു അതിശയവും തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നിധി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എല്ലാവരും ഒരു ചിരിച്ച സംസാരം? അപ്പോൾ സുഭാഷ് ഈ കാര്യം പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമായിരുന്നു സുധീഷ് വേറെ എന്ത് ചെയ്താലും മോഷ്ടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോഴേക്ക് സുധീഷ് ഒന്ന് സ്റ്റാർ ആവാൻ എന്തോ ഒരു കോമഡി അടിച്ചപ്പോൾ നിധി പറയുന്നുണ്ട്, അത് നിങ്ങളെ ഗുണം കൊണ്ടല്ല, അത് സുഭാഷ് ഏട്ടൻ നിങ്ങളെ വളർത്തിയതിൻ്റെ ഗുണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷ് ഒരു എന്താ പറയുക സങ്കടത്തോടെ കുഞ്ഞ് സങ്കടം അഭിനയിച്ചിട്ട് പറയുന്നുണ്ട്, ഓ എന്ത് ചെയ്താലും സുഭാഷ് ഏട്ടന് ക്രെഡിറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, അതിൽ ശരിക്കും സ്വർണ്ണവും പണവും തന്നെയല്ലേ, എന്നെ പറ്റിക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചോന്നല്ലല്ലോ? അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ലല്ല അത് സത്യം തന്നെയാണ്, അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഡീൽസൊക്കെ നടത്താറുണ്ട്, ഏടത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെ അവൾ പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് അതിനൊരു സ്വർണ്ണക്കട്ട എടുക്കണം എന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, എടുക്കാത്ത നന്നായി, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ മാനം അവിടെ പോയേനെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, പക്ഷെ ഞാനൊരു സാധനം എടുത്തു, എനിക്ക് സുഭാഷ് ഏട്ടനെ പോലത്തെ ഒരു ഏട്ടൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോഴേക്കും സുധീഷ് ഇവിടെ വേറെ എന്തൊക്കെയോ സ്വപ്നം കണ്ടു, ആ പൈസയെന്നൊരു കെട്ടായിരിക്കും അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടയായിരിക്കും എന്നൊക്കെ. പക്ഷെ അവൾ എടുത്തുകൊണ്ട് വന്നത് അവളുടെ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതവൾക്ക് അത്രയും പ്രീഷ്യസ് ആണ്, കാരണം അതില്ലാഞ്ഞിട്ട് തന്നെ അവൾക്ക് ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഇന്ത്യൻ പൗരന് ആധാർ കാർഡ് വേണമല്ലോ, അപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിലും അവളുടെ മുന്നത്തെ നമ്പർ വേണം. ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഇനി ഒരിക്കലും തനിക്കിത് കിട്ടില്ല എന്ന് വിചാരിച്ചതായിരുന്നല്ലോ. അപ്പോൾ അത് എടുക്കാൻ പറ്റിയപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അതാണ് അവൾ അവരെടുത്ത് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നികേഷ് പുറത്തുനിന്ന് ഇങ്ങനെ പഠിക്കായിരുന്നു. ആ സമയത്താണ് ആ ഗുണ്ട വരുന്നത് കേട്ടോ. അപ്പോഴേ അവന് കാര്യം മനസ്സിലായി, കാർ എടുക്കാൻ വരികയാണെന്ന്. അങ്ങനെ അവൻ സുധീഷിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പുറത്തേക്ക് വന്നിട്ട് അയാളോട് ഒന്ന് മുട്ടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല, ദയവ് ചെയ്താൽ കാർ തരണം, എന്നോട് മുതലാളി പറഞ്ഞതാണ്. ഓഹോ, മുതലാളി അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, ഈ വണ്ടി ഞാൻ നാളെ കത്തിക്കാൻ പോവാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, മുതലാളിയോട് പോയി പറഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ അയാൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല എന്നൊക്കെ. അപ്പോഴേക്ക് നിധി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അയാളെ കണ്ടപ്പോൾ തന്നെ അവൾ അകത്ത് പോയിട്ട് ആ കീ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നികേഷും സുധീഷും ഞെട്ടുന്നുണ്ട്, നിധി എന്താ അങ്ങനെ ചെയ്തതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, കാറൊക്കെ എന്താ അങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഓ മുതലാളി പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോന്നല്ലേ, അവരോട് പറഞ്ഞേക്ക്, അവരെ പേടിച്ചിട്ടൊന്നല്ല ഈ കാർ തരുന്നതെന്ന്, അവരെ പോലത്തെ വൃത്തികെട്ട സ്വഭാവം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, അതുപോലെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആർക്കും പണിയും കൊടുക്കാറില്ല, ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് കാറും കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിധി അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് നികേഷിൻ്റെ തോളിൽ കയറ്റിട്ട് പറയുന്നുണ്ട്, എടാ നീ കണ്ടോ, അവൾ എനിക്ക് വേണ്ടി അല്ല നമ്മൾക്ക് വേണ്ടി അവളുടെ വീട്ടുകാരെ വരെ തള്ളി പറഞ്ഞു, അപ്പോൾ അതിനർത്ഥം എന്താണെന്നറിയോ,
അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ അവൾ എന്നെ സ്വീകരിക്കാൻ തുടങ്ങി, അവൾക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും, അതായിരിക്കും. ഇനി നോക്കിക്കോ പതിയെ പതിയെ ഞങ്ങളുടെ പ്രണയം വളർന്ന് വളർന്ന് വരും. അത് കേട്ടപ്പോൾ നികേഷ് ഒന്ന് പുച്ഛിച്ചിട്ടും ഒരു കോമഡി ആക്കിയിട്ടും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഒരിറ്റ് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നികേഷ് മാത്രം എണീറ്റിട്ടില്ല, ബാക്കി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നിധി ആണെങ്കിൽ അവളെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് ആണെങ്കിൽ വർക്കിന് പോകാനായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ നിധി അവിടെ എഴുതുന്ന കാണുന്നുണ്ട്. അപ്പോൾ അവളുടെ എഴുത്ത് നോക്കിയിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ അവൻ കമൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്. അല്ല നികേഷ് നീ എന്താ എണീക്കാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്താ കോളേജിൽ പോകാനില്ല? അപ്പോൾ നികേഷ് ഇങ്ങനെ വയ്യാത്ത പോലെ കാണിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ മനസ്സിലായി അവൻ എന്തോ വയ്യാന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ, എനിക്ക് സുഖമില്ല. എന്താ എന്തേ വയ്യ? കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സുഭാഷ് ഒന്ന് നോക്കുമ്പോൾ പനിക്കുന്ന പോലെ ഉണ്ട്. അപ്പം പറയുന്നുണ്ട് എടാ ഞാൻ ലീവ് എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ. അപ്പോൾ നിധി പറയുന്നുണ്ട് വേണ്ട സുഭാഷ് ഏട്ടൻ പോയിക്കോ, എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെന്താ. അപ്പോഴും സുഭാഷ് ഏട്ടന് സമാധാനം ഇല്ലായിട്ട് അവനെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് അവനെ ഇള്ളക്കുട്ടിയൊന്നും അല്ലല്ലോ സുഭാഷ് ഏട്ടാ, ഞാൻ നോക്കിക്കോളാം പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. സുധീഷ് ആണെങ്കിൽ അവിടെ പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അല്ല സുധീഷ് ഒന്നും പോകുന്നില്ല? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഞാനൊന്നും പോകുന്നില്ല. അല്ല അതെന്താ പോവാത്തെ? അല്ല നിധി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അതുമല്ല നികേഷിന് വയ്യല്ലോ, അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ നിധിക്ക് അവൻ്റെ അടവ് മനസ്സിലായിട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുധീഷ് ഇവിടെ നിന്നോ, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ടൗണിൽ പോകാണ്ട്. അത് കേട്ടപ്പോഴേക്കും അവൻ മൊത്തത്തിൽ പരിങ്ങാണ് കേട്ടോ. അപ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സുധീഷ് വർക്കിന് പോകാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പാണ്, അതായത് നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ്. അങ്ങനെ ഹരീഷ് വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതായത് ഡിറ്റോയും ചന്തും ചോദിക്കുന്നുണ്ട് അല്ല ഹരീഷ് അണ്ണ ഇന്നലെ പെട്ടെന്ന് പോയതാണല്ലോ, എങ്ങോട്ടാ പോയത് എന്നൊക്കെ ഇങ്ങനെ ഇവർ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ അതിനൊന്നും അങ്ങനെ കറക്റ്റ് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടാണ് അവൻ പോയത്. അപ്പോൾ അയാൾ വന്ന് ചോദിച്ചപ്പോൾ ആ വണ്ടി കാണാനില്ല, ഹരീഷേട്ടൻ എങ്ങോട്ടത് കൊണ്ടുപോയേ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഹരീഷ് കറക്റ്റ് മറുപടി കൊടുക്കാത്തതുകൊണ്ട് അവർ വിചാരിച്ചു നീതുവിൻ്റെ കൂടെ കറങ്ങാൻ പോയതാണെന്നാണ് കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ നോക്കടാ. അങ്ങനെ അവർ ഓരോ കാര്യം പറഞ്ഞ് നീതുവിൻ്റെ കാര്യത്തിലെത്തിയപ്പോൾ അവർ പറയുന്നുണ്ട് നീതു വന്നിട്ടുണ്ടായിരുന്നു, അവൾ ഞങ്ങൾ എന്തൊക്കെയോ ചീത്ത വിളിച്ചു പോയി. അത് കേട്ടപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് അവൾ ഇവിടെയും വന്നോ, എന്താ അവൾ പറഞ്ഞ്? അവൾ ചോദിച്ചു ഹരീഷ് ഇവിടെ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരാ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അവൾ അവിടെ നിന്ന് പോയി. എന്താ ഹരീഷ് എണ്ണ പ്രശ്നം, എന്തൊക്കെയോ മണക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹരീഷ് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ചേട്ടൻ അമ്മായപ്പോൾ സുധീഷ് ചേട്ടൻ ഒരു പണി കൊടുത്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കിയാൻ കൊണ്ടുവന്ന് അങ്ങനെ ഓരോന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ചന്തു പറയുന്നുണ്ട് ഇത് കേസാക്കിക്കൂടെ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അത് പറഞ്ഞതാണ് നികേഷ്, പക്ഷെ സുഭാഷ് ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് നീതു എന്നെ വിളിച്ചുകൊണ്ട് നിന്നത്. എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റിയില്ല, ഞാനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് മനസ്സിലാവേണ്ട ഞാൻ ടെൻഷനിലാണ് ഓരോ കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ചന്തു പറയുന്നുണ്ട് എന്താ ഹരീഷ് അണ്ണ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷൻ ആവില്ല, അത് സ്വാഭാവികമല്ലേ? എടാ അവളോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ? ഏത് സമയവും ഞാൻ വിളിക്കണം, എപ്പോഴും വിളിക്കണം, എപ്പോഴും സംസാരിക്കണം, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നീതു അങ്ങോട്ട് വരികയാണ്. അവളെ കണ്ടപ്പോൾ ഹരീഷ് ഷോക്കാവുന്നുണ്ട്. നീതു ആണെങ്കിൽ അവനെ കടുപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നിനക്കെന്താ ഫോൺ എടുത്തത്, നിനക്കെന്താ ഒരാഴ്ചയായപ്പോഴേക്കും എല്ലാം അടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നീ സ്റ്റാർട്ട് ചെയ്തേ? അപ്പോഴേക്ക് ചന്തു പറയുന്നുണ്ട് ഹരീഷാണെൻ്റെ ഫോൺ ഓഫായിരുന്നു, ഇപ്പോഴാണ് മെസ്സേജ് എല്ലാം വന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ തിരിച്ച് വിളിച്ചൂടെ? എന്നെ തിരിച്ച് വിളിച്ചോ? ഇല്ലല്ലോ, മിനിയാൻ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നല്ലേ. അവൻ അപ്പോഴേക്കും കോള് കട്ട് ചെയ്യും. നിനക്ക് ഇത്രമാത്രം ടെൻഷൻ എന്താ, എന്നോട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇതിനായിരുന്നെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് പഴയ പോലെ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. ഇത്രയും നാൾ നീ ലവ് യു മോഡിലിരുന്നിട്ട് ഇപ്പൊ ആറ്റിറ്റ്യൂഡ് ഇടാണോ? ഹരീഷ് ആണെങ്കിൽ തിരിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അവൻ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നീതുവിനോട് ഡിറ്റോ പറയുന്നുണ്ട് സിസ് ഹരീഷ് ഏട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും, അതായിരിക്കും ഫോൺ കട്ട് ചെയ്തത്. അത് കേട്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട് നട്ടപ്പാതിരിക്കാണോ അവൻ്റെ ആവശ്യം? എന്താവശ്യം നട്ടപ്പാതിരിക്ക്? ആളാണെങ്കിൽ വീട്ടിലും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഉറപ്പാ അവൻ ആരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യായിരുന്നു. അതാണ് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തത്. ഇതൊക്കെ കേട്ടിട്ട് ഹരീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനൊന്നും മിണ്ടുന്നില്ല, കടിച്ച് പിടിച്ച് നിൽക്കുകയാണ് ദേഷ്യം. നീതു ആണെങ്കിൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട് അതല്ല സിസ് ഫോൺ ഓഫായി പോയതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിക്കൂടെ? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒരു ദിവസം മൊത്തം ഫോൺ ഓഫായത് ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്തായാലും കൊള്ളാം, ഞാൻ എത്ര ഇവന് മിസ് ചെയ്തു, അത് മനസ്സിലാക്കാനുള്ള സെൻസെങ്കിലും ഇവന് വേണ്ടേ? ഞാനിപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അല്ലേ? സീരിയസ് ആവാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ ഈ റിലേഷൻ ഇത്ര ഹൈപ്പിൽ കൊണ്ടു നടന്നേ? അതും കൂടെ അവൾ പറഞ്ഞപ്പോഴേക്കും ഹരീഷ് പെട്ടെന്ന് ഷൗട്ട് ചെയ്യാൻ കേട്ടോ. അതെടി എനിക്ക് സീരിയസ് ആവാൻ ഒരു താല്പര്യമില്ല. അവൻ അങ്ങനെ പ്രതികരിച്ചപ്പോൾ നീതു പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്, കൂടെ ഡിറ്റോയും ചന്തുവും. കാരണം ഹരീഷ് ഇങ്ങനെയൊക്കെ അവളോട് ചൂടാവുന്ന അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹരീഷ് പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനുഷ്യൻ അത്രയും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവളുടെ കോള്, അതും അടിക്കടി കോള്. നിന്റെ കിന്നാരത്തിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു, നീ എന്ത് ചെയ്യും?
നിന്റെ ഫോണെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ടോർച്ചറാ. അത്യാവശ്യം ഒരു ജോലിയുണ്ട്, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞാൽ അവൾ വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നിനക്ക് പ്രാന്താ, പ്രാന്ത്. രാത്രി 2 മണിയായാലും 3 മണിയായാലും മനുഷ്യനെ ഉറങ്ങാൻ വിടാത്ത നിനക്കൊക്കെ പ്രാന്താടി എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് പറയുമ്പോൾ നീതു വിങ്ങി പൊട്ടാണ് കേട്ടോ. അവൾക്ക് സങ്കടം. അവൻ ഇങ്ങനെയൊക്കെ പറയുന്ന അവൾ ഒരിക്കലും വിചാരിച്ചില്ല. സ്നേഹം കൊണ്ടാണല്ലോ അവൾ അവനെങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ദേ ഇതാണ് നിന്റെ ഏർപ്പാടെങ്കിൽ ഇനി നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നീ പോയിക്കോ. അത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നീ പോടി. ഇങ്ങനെയൊക്കെ അവൻ പറയുമ്പോൾ ഷോക്കായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവൾ അവനങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി എപ്പിസോഡ് കഴിയാണ്. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ ഹരീഷ് നീതു പ്രണയം എവിടെ എത്തും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ, താങ്ക് യു.